നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുബ്രഹ്മണ്യ സ്വാമിയുടെ കടാക്ഷവും അനുഗ്രഹവും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഷഷ്ടി ദിനമാണിന്ന്. അതോടൊപ്പം തന്നെ സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ചൊവ്വാഴ്ചയും ഈ ഷഷ്ടിയോടൊപ്പം ഒരുമിച്ച് വരുന്നു എന്നത് ഈ ദിവസത്തിൻ്റെ പുണ്യവും മഹത്വവും ഇരട്ടിയാക്കുന്നു. ഈ വിശിഷ്ട ദിനത്തിൽ വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ദിവസം നാം ചെയ്യേണ്ടത്, സുബ്രഹ്മണ്യ സ്വാമിയുടെ കടാക്ഷത്തിനായി ചൊല്ലേണ്ട മന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായും കണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ. സുബ്രഹ്മണ്യ ഭഗവാന്റെ അതിദേവതാ ദിനമാണ് ചൊവ്വാഴ്ച. ഷഷ്ടി തിഥിയാകട്ടെ ഭഗവാന്റെ ജനനവുമായും ശൂരപത്മാസുരവധവുമായും ബന്ധപ്പെട്ട അതീവ പുണ്യദിനവും. ചൊവ്വാഴ്ച ദോഷപരിഹാരത്തിനും ആഗ്രഹ സാഫല്യത്തിനും രോഗശാന്തിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകുന്നതിനും ചൊവ്വാഴ്ചയും ഷഷ്ടിയും ഒരുമിച്ച് വരുന്ന ഈ ദിനം ഏറ്റവും അനുയോജ്യമാണ്. വിശേഷിച്ച് ചിങ്ങമാസം എന്ന് പറയുന്നത് വർഷാരംഭത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും കൂടെ മാസമാണല്ലോ. ഈ മാസത്തിലെ ആദ്യ ഷഷ്ടിയിൽ ഭഗവാനെ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ജാതകത്തിലെ ചൊവ്വാദോഷങ്ങൾ മാറി സകല കാര്യ തടസ്സങ്ങളും നീങ്ങുമെന്നും കൂടിയാണ് വിശ്വാസം. ഈ വിശിഷ്ട ദിനത്തിൽ നമ്മൾ വീട്ടിലും ക്ഷേത്രത്തിലും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നാണ്. അതെല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ വ്രതമെടുക്കുന്ന ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേൽക്കുന്നത് അതിവിശിഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. പിന്നെ അവിടെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഭഗവാന്, നമ്മൾ ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ശിവഭഗവാന് വേണ്ടിയിട്ടുള്ള പ്രധാന വഴിപാടുകൾ ചെയ്യുക. ഇതിപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പഞ്ചാമൃതം, അതുപോലെ പാല്, ഇളനീർ എന്നിവയിലുള്ള അഭിഷേകങ്ങളൊക്കെ നടത്തുക. പിന്നെ അരളിപ്പൂവ്, തെച്ചിപ്പൂവ് എന്നിവ കൊണ്ട് ഭഗവാന് പുഷ്പാഞ്ജലി കഴിക്കുന്നത് വളരെ സർവൈശ്വര്യം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ നാരങ്ങ മാലയൊക്കെ സമർപ്പിക്കുന്നത് ശത്രുദോഷങ്ങളും തടസ്സങ്ങളും ഒക്കെ അകറ്റാനായിട്ട് സഹായിക്കും. പിന്നെ കുജദോഷമോ തടസ്സങ്ങളോ ഉള്ളവർ ക്ഷേത്രത്തിൽ കാവടി എടുക്കുകയോ അല്ലെങ്കിൽ നെയ്വിളക്ക് കൊളുത്തുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ കുമാരസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ചെയ്യേണ്ട വളരെ ലളിതമായിട്ടുള്ള രീതിയിലുള്ള ഷഷ്ടി വ്രതം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരിക്കലാണ് വ്രതം എടുക്കേണ്ടത്. തലേ ദിവസം തന്നെ നമ്മൾ നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് അന്നേ ദിവസം തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കാനായിട്ട് ആരംഭിക്കണം. അത്താഴമൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഷഷ്ടി ദിവസമായ ഇന്ന് രാവിലെ കുളിച്ച് വ്രതസങ്കല്പം എടുക്കുക. അതുപോലെ ഭക്ഷണത്തിൽ പകൽ സമയത്ത് ഉറക്കമൊട്ടും പാടില്ല. ഭക്ഷണം കഴിക്കുന്നത് പഴങ്ങളോ പാലോ ഒക്കെ നമ്മൾ ഭക്ഷിച്ച് കഠിനമായിട്ടുള്ള വ്രതം എടുക്കാവുന്നതാണ്. അതുപോലെ സാധാരണ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഒരു നേരം മാത്രമായിട്ട് അരി ആഹാരം കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് നമ്മൾ ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറോ തുളസി തീർത്ഥമോ ഒക്കെ കഴിക്കാവുന്നതാണ്. വ്രതം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാമത് ഉറങ്ങരുത് എന്നുള്ളതാണ്. പിന്നെ വ്രത ദിവസം പൂർണ്ണമായിട്ടും ലഹരി വസ്തുക്കൾ, ഭക്ഷണത്തിൽ മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കുക. മനസ്സിലെ ദേഷ്യവും നെഗറ്റീവ് ചിന്തകളും ഒക്കെ ഒഴിവാക്കി ഓം ശരവണഭവ എന്ന നാമം ജപിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലാണെങ്കിലും ക്ഷേത്രത്തിലാണെങ്കിലും നമുക്ക് കന്ദഷഷ്ടി കവചം, സുബ്രഹ്മണ്യ ഭുജംഗം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തരം എന്നിവയൊക്കെ പാരായണം ചെയ്യുന്നതും വളരെ വിശേഷമാണ്. ഈ ദിവസം ചൊല്ലേണ്ട സുബ്രഹ്മണ്യ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വിശിഷ്ട ദിനത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് ജപിക്കാൻ സാധിക്കുന്ന ലളിതവും എന്നാൽ ശക്തിയേറിയതുമായ ചില മന്ത്രങ്ങളുണ്ട്. അതിലൊന്ന് ഷഡാക്ഷരി മന്ത്രമാണ്. ഈ മന്ത്രം 108 തവണ ജപിക്കുന്നത് സകല ഭയങ്ങളും അകറ്റി ഉള്ളിൽ ധൈര്യം നിറയ്ക്കും. ഈ ഷഡാക്ഷരി മന്ത്രം എന്ന് പറയുന്നത് ഓം ശരവണ ഭവ എന്നുള്ളതാണ്. അടുത്ത മന്ത്രം സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രമാണ്. ഓം തത്പുരുഷായ വിദ്മഹി മഹാസേനായ ധീമഹി തന്നോ ഷൺമുഖ പ്രചോദയാത് എന്നീ മന്ത്രമാണ് ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിക്കുന്നത് പഠനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഏകാഗ്രതയും ബുദ്ധിയും വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇനി ഇന്നേ ദിവസം നമ്മൾ മക്കളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അതുപോലെ രോഗദുരിത ശാന്തിക്കും ഒക്കെ വേണ്ടിയിട്ട് അമ്മമാർക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അമ്മമാർ ഇത് ഒട്ടും തന്നെ വേണ്ട എന്ന് വെക്കരുത്. ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം.
കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും അതുപോലെ വിദ്യാഭ്യാസ പുരോഗതിക്കും ശത്രുദോഷങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനുമൊക്കെ അമ്മമാർ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കിനി എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് മക്കളുടെ ക്ഷേമത്തിനായിട്ടും അതുപോലെ തന്നെ അവരുടെ എല്ലാ രീതിയിലുള്ള ഗുണത്തിനുമായിട്ടും അമ്മമാർ രാവിലെ കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം ആരംഭിക്കുക. ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കൽ നേരം ഭക്ഷണമോ എടുത്ത് വ്രതം നൽകാം. ക്ഷേത്രത്തിൽ പോകുന്നവർ അവിടെ ചെന്ന് പാൽ, പഞ്ചാമൃതം, ഇളനീർ എന്നീ അഭിഷേകങ്ങളൊക്കെ നടത്തുക. അതുപോലെ മക്കളുടെ ജാതകത്തിലെ ദോഷങ്ങളൊക്കെ അകലാനും പഠനത്തിലെ തടസ്സങ്ങൾ നീങ്ങാനും വേണ്ടിയിട്ട് ഭഗവാന് നെയ്വിളക്ക് കൊളുത്തുക. ഭഗവാന് നിവേദ്യമായിട്ട് പച്ചക്കരിമ്പ് അല്ലെങ്കിൽ പഴങ്ങളൊക്കെ സമർപ്പിക്കുക. ഇത് കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. നാരങ്ങാമാലയോ കൂവളമാലയോ ഒക്കെ സമർപ്പിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ, ദൃഷ്ടിദോഷങ്ങൾ, പേടി എന്നിവ മാറാനായിട്ട് സഹായിക്കും. ഇനി അമ്മമാരും മക്കൾക്കായി ചൊല്ലേണ്ട മന്ത്രങ്ങൾ കൂടി നോക്കാം. വ്രത ദിവസം വീട്ടിലിരുന്ന് അമ്മമാർ ഭക്തിപൂർവ്വം ഈ പറയുന്ന മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നത് കുട്ടികൾക്ക് നല്ല സംരക്ഷണം നൽകാനായിട്ട് വളരെയധികം ഉത്തമമാണ്. മക്കളുടെ പേടിയും രോഗവും ഒക്കെ മാറാൻ ധാരാളം കുട്ടികൾക്ക് പേടിയൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികളുടെ പേടിയൊക്കെ മാറാനായിട്ട് ഷഡാക്ഷരി മന്ത്രം വളരെ നല്ലതാണ്. കുട്ടികളുടെ പേരിൽ 108 തവണ ഇത് ജപിക്കുക. ഓം ശരവണ ഭവ എന്നുള്ളതാണ് ഈ ഷഡാക്ഷരി മന്ത്രം. പിന്നെ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിക്കും വിദ്യാഭ്യാസ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ ഗായത്രിയാണ്. അത് ഓം തത്പുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നോ ഷൺമുഖ പ്രചോദയാത് എന്നിങ്ങനെയുള്ള മന്ത്രമാണ്. മക്കളുടെ സകല തടസ്സങ്ങളും, അവരുടെ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും തടസ്സം, അങ്ങനെ ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് നമുക്ക് ജപിക്കാൻ സാധിക്കുന്ന മന്ത്രമാണ്. ജ്ഞാനശക്തിധര സ്കന്ദവല്ലീകാന്ത ശിഖി വാഹന ദേവസേനാപതേ ദേവ സേനാധിപതയേ നമ. ഈ മന്ത്രം ജപിച്ചാൽ നമ്മുടെ കുട്ടികളുടെ എന്തെങ്കിലും വിദ്യാഭ്യാസ തടസ്സമോ അങ്ങനെ എന്തെങ്കിലും കാര്യ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭസ്മം മക്കളുടെ നെറ്റിയിൽ തൊടുവിക്കുകയും ഓം ശരവണഭവ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കന്ദഷഷ്ടി കവചമൊക്കെ ജപിക്കുക. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ വിളക്ക് കൊളുത്തി വെച്ച് മക്കളെ അടുത്തിരുത്തി കന്ദഷഷ്ടി കവചമോ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളോ ജപിക്കുക, അല്ലെങ്കിൽ അവരെ അത് കേൾപ്പിക്കുക. കുട്ടികളുടെ പേരിൽ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ വിശക്കുന്നവർക്കോ ഒക്കെ അന്നദാനം നൽകുന്നതും ഏറ്റവും വലിയ പുണ്യമാണ്. അമ്മമാർ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ മുരുകൻ മക്കൾക്ക് കാവലായി നിന്ന് സകല ദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുമെന്നുള്ളത് ഏറ്റവും വലിയൊരു വിശ്വാസമാണ്. ഇനി എങ്ങനെയാണ് പാരണ വീടേണ്ടത് എന്ന് നോക്കാം. സമയം നാളെ രാവിലെയാണ്. നാളെ രാവിലെ സപ്തമി തിഥിയിലാണ്, അതായത് ഷഷ്ടി തിഥി പൂർണ്ണമായും കഴിഞ്ഞ് സപ്തമി തിഥിയിലാണ് പാരണ വീടേണ്ടത്. ഈ സമയം സൂര്യോദയം വരെ വ്രതം തുടരുന്നതാണ് ശാസ്ത്രീയമായിട്ടുള്ള രീതി. രാവിലെ കുളിച്ച് ശുദ്ധിയായ ശേഷം പാരണ വീടാവുന്നതാണ്. രാവിലെ വിളക്ക് കൊളുത്തി വെച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ച് ക്ഷേത്രത്തിൽ നിന്നുള്ള തുളസി തീർത്ഥമോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൂജിച്ച തുളസി തീർത്ഥമോ പാലോ കഴിച്ച് അല്ലെങ്കിൽ അത് കുടിച്ച് പാരണ വീടാവുന്നതാണ്. തീർത്ഥം സേവിച്ചതിന് ശേഷം ലളിതമായ സസ്യാഹാരം കഴിച്ച് വ്രതം പൂർണ്ണമായി അവസാനിപ്പിക്കും. ചിങ്ങമാസത്തിലെ ആദ്യത്തെ ഷഷ്ടിയും ചൊവ്വാഴ്ചയും ഒത്തുചേരുന്ന ഈ മഹാപുണ്യദിനത്തിൽ ഭഗവാനെ സന്മാർഗത്തിൽ പ്രാർത്ഥിച്ച് അവിടുത്തെ കൃപാവർഷം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ അതൊന്ന് ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ആക്കാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ഓം ശരവണഭവ. നന്ദി, നമസ്കാരം.